സൗഹൃദം എന്ന് പറഞ്ഞാൽ ക്യാമ്പസിലെ സൗഹൃദവും വയസ്സാകുമ്പോഴുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു 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 ബാല്യകാലത്തുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വലിയ അജണ്ടാസൊന്നുമില്ല. ഈ ഒരു പോസ്റ്റ് 40 സൗഹൃദം വേറൊരു സാധനമാണ്. കാരണം കുറച്ച് ഇരുത്തം വന്നതിന് ശേഷമുള്ളൊരു സൗഹൃദം വേറെയാണ്. ഇത് ഇവോൾവ് ചെയ്യുന്നൊരു സംഭവമാണ്. അതേസമയം നമ്മൾ ഈ യുവത്വത്തിലോട്ട് കടക്കുമ്പോൾ ഉണ്ടല്ലോ, ടീനേജ് കഴിഞ്ഞ് ഒരു യൗവനത്തിൽ കയറി നമ്മൾ കരിയറോ ലൈഫോ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് പിടിച്ചെടുക്കാനും പിടിച്ചടക്കാനും ഒക്കെ ഉള്ളൊരു ത്വരയുണ്ടാവും. ആ സമയത്ത് ഈഗോയും കുറച്ച് അധികമായിരിക്കും. ആ സമയത്താണ് സൗഹൃദങ്ങളുടെ വില മനസ്സിലാവാതെയും നമ്മളെ 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 ഓരോ ട്രാക്കിൽ ഓരോരുത്തരും പല കാര്യങ്ങൾ കൊണ്ട് പല സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടി പലരും യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ലൈഫ്. ലൈഫ് അങ്ങനെയാണ്. അത് ഈ കേരളത്തിൽ നല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഈ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായാൽ നല്ലത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും അല്ലേ? അല്ല, നമ്മൾ ഈ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന സൗഹൃദത്തിനുള്ളൊരു പ്രത്യേകത, അത് ഈ പറഞ്ഞതുപോലെ അത് ഏതൊരു പ്രായത്തിലുണ്ടാകുന്ന സൗഹൃദമാണ് എന്നുള്ളത് കൊണ്ട് അത് ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒത്തിരി പണ്ടല്ല എന്നിട്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന പല സുഹൃത്തുക്കളെയും ഇപ്പോൾ ഓർക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവരെ പിന്നീട് കണക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ലാൻഡ് ഫോൺ പോലും വീടുകളിൽ അത്ര കോമൺ ആയിരുന്നില്ല. ഇന്ന് മൊബൈൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ മിസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 7ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സനൽ കെ ഫിലിപ്പ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും, സനലൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും എന്നാലോചിക്കും. നല്ല സൗഹൃദമായിരുന്നു. പക്ഷേ പിന്നീട് 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സനലിനെ കണ്ടിട്ടില്ല, സനലിനെ കുറിച്ച് അറിവില്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ അങ്ങനെ മിസ്സായി പോകുന്ന ഒരു സനലും ഉണ്ടാകുന്നില്ല. എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ അപ്പം നമ്മൾ ഒരു സമയത്ത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ അതിൽ വലിയ കൗതുകം തോന്നി. ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെല്ലാം കൂടെ 15 വർഷം കഴിഞ്ഞതിന് ശേഷം പല പ്രൊഫഷനൊക്കെ ചെയ്യുകയായിരിക്കും, പല രീതികളിൽ പല അവസ്ഥകളിലായിരിക്കും. അവരെല്ലാം കൂടി ഒത്തുകൂടുന്നു. ശരിയാണ്, നമുക്കും ഇതേപോലെ ഒത്തുകൂടണമെന്നൊക്കെ പറഞ്ഞ് അന്ന് നമ്മൾ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാനിപ്പോൾ കോളേജ് ക്യാമ്പസൊക്കെ കഴിഞ്ഞതിന് ശേഷം 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞിട്ടും എനിക്കൊരു ക്ലാസ്മേറ്റ്സിൻ്റെ ആവശ്യം തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു റീയൂണിയൻ്റെ പ്രത്യേകിച്ചൊരു ആവശ്യം തോന്നുന്നില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് അന്നുണ്ടായിരുന്ന അതേ അടുപ്പവും ബന്ധവും ഇന്നും നിലനിൽക്കുന്നതിന് കാരണം ഈ വാട്സാപ്പും അന്നത്തെ സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ബന്ധം തകരുന്നൊന്നുമില്ല. നേരെ മറിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായി കാണാം. ചില ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു ടോപ്പ് 1% ആൾക്കാർ ചെയ്യുന്ന ജോലിയായിരിക്കാം അവർ ചെയ്യുന്നത്. ചില ആൾക്കാർ ചെയ്യുന്നത് വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഈ രണ്ടാൾക്കാരുടെ തമ്മിൽ സോഷ്യൽ സ്റ്റാറ്റസ് തമ്മിൽ കാര്യമായ അന്തരമുണ്ടായിരിക്കാം. പക്ഷേ ഈ 2003, 2004 നമ്മൾ എവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, അന്ന് ആ ബെഞ്ചിലിരിക്കുന്ന പ്രശാന്തും ദിലീപും ഒക്കെ തന്നെയാണ് അവർ 20 വർഷം കഴിഞ്ഞതിന് ശേഷവും. അപ്പം അങ്ങനെ ഒരു അടുപ്പം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളാണെങ്കിലും കൂട്ടായ്മകളാണെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു സെൽഫിഷായിട്ടുള്ള താല്പര്യം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു സൗഹൃദമാണ്. അത് നിലനിൽക്കും. അത് ഈ ആൾക്കാരൊക്കെ ഏതൊക്കെ സ്റ്റാറ്റസിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും അതേപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയാവുന്ന പൂർണ്ണമായും കാർഷിക വൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൂർണ്ണമായും കാർഷിക വൃത്തി മാത്രം ചെയ്യുന്ന, എന്നാൽ അതേസമയം വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന അറിയപ്പെടുന്ന ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഈ രണ്ടാൾക്കാർക്കും ഇന്നും തമ്മിൽ കാണുന്ന സമയത്ത് ഞാൻ സ്റ്റാറ്റസിൽ നിന്നോടൊപ്പം അല്ലല്ലോ എന്നുള്ള സോക്കോൾഡ് സോഷ്യൽ സ്ട്രക്ചറിൻ്റെ തടസ്സങ്ങളൊന്നും അവർക്ക് വരാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന അളിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കേഴ്സ് വേർഡ് എന്നല്ല നമ്മൾ പറയുന്നത്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ ആഴത്തിലുള്ള ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ മൂല്യങ്ങളൊക്കെ നമ്മൾ പണ്ട് തിരിച്ചറിയുന്നതിനെ ഇന്നത്തെ കാലത്തേക്കും നിലനിർത്താൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കും ഇങ്ങനെയുള്ള ചില ഗാഡ്ജറ്റ്സുകൾക്കും ചില ആപ്പുകൾക്കുമൊക്കെ സാധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്.